കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ വോട്ട് ചേർത്ത ബി.ജെ.പി. നേതാക്കളും പ്രവർത്തകരും എസ്.ഐ.ആർ വന്നതോടെ തൃശൂരിൽ നിന്ന് വോട്ട് മാറ്റി. എസ്.ഐ.ആറിന്റെ പുറത്താക്കൽ പട്ടിക വന്നതോടെയാണ് ഇത് വ്യക്തമായത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ വോട്ട് നിലനിർത്തിയെങ്കിലും കുടുംബം തൃശൂരിൽ നിന്നും വോട്ട് മാറ്റി. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഉണ്ണികൃഷ്ണനും തൃശൂരിലെ വോട്ട് മാറ്റി. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. സുരേഷ് ഗോപിയുടെ മത്സരത്തിന് മുന്നോടിയായി ബി.ജെ.പി. നേതാക്കളും പ്രവർത്തകരും വ്യാപകമായി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് ചേർത്തിരുന്നു. സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളടക്കം ഇങ്ങനെ വോട്ട് ചേർത്തവരാണ്. എന്നാൽ അങ്ങനെ മാറിവന്ന വോട്ടെല്ലാം തിരികെ പോയെന്നാണ് എസ്.ഐ.ആറിന്റെ പുറത്താക്കൽ പട്ടിക നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക, മക്കളായ ഗോകുലസ് നായർ, ഭാഗ്യ എസ് നായർ, മാധവ്, ഭവാനി, കേശവ് വി നായർ, കല്യാണി എസ് നായർ എന്നിവരുടെ വോട്ടുകൾ തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. എന്നാൽ സുരേഷ് ഗോപിയുടെ വോട്ട് തൃശൂരിൽ നിലനിർത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ സഹോദരനും ഭാര്യയ്ക്കും കൊല്ലത്തും തൃശൂരിലുമായി 2 വോട്ടുണ്ടായിരുന്നത് വിവാദമായിരുന്നു. 2 എപ്പിക് നമ്പർ ഉപയോഗിച്ചായിരുന്നു വോട്ട് ചേർക്കൽ. എസ്.ഐ.ആർ വന്നതോടെ സുഭാഷ് ഗോപിയും ഭാര്യ റാണിയും വോട്ട് തൃശൂരിൽ നിന്നും മാറ്റി. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന ഉണ്ണികൃഷ്ണന് സ്വന്തം നാടായ തിരൂരിനൊപ്പം തൃശൂരിലും വോട്ടുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ 2 ഐഡി കാർഡുള്ളതും വിവാദമായിരുന്നു. വോട്ടർ പട്ടിക പരിഷ്കരിച്ചതോടെ തൃശൂരിലെ വോട്ട് ഉണ്ണികൃഷ്ണ മാസ്റ്ററും നാട്ടിലേക്ക് മാറ്റി. പാലക്കാട് തൃത്താല സ്വദേശിയായ ബി.ജെ.പി. വനിതാ നേതാവ് ഉമാ മണികണ്ഠനും തൃശൂരിലെ വോട്ട് ഉപേക്ഷിച്ചവരിൽ പെടും. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തൃശൂരിൽ വന്നു ചേർന്ന വോട്ടുകൾ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന ആരോപണത്തിന് ബലം കൂട്ടുകയാണ് പുതിയ വോട്ടുമാറ്റ റിപ്പോർട്ടുകൾ. തൃശൂർ ബ്യൂറോയ്ക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ വൺ, പാലക്കാട്.